ഓം അഗതീശ്വരായിരുന്നു. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്നൊരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഇതിൻ്റെ ഒരു ആൻസറാണ്. ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പോണത്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ പണം കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അങ്ങനെ ഒരു നക്ഷത്രം അതായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം വന്ന കാരണമാണ് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രമാണോ നിങ്ങൾ ജനിച്ചിട്ടുള്ളത്? നിങ്ങൾ പരമാവധി ആർക്കും കടം കൊടുക്കാതിരിക്കുക. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് അവർ തരത്തില്ല. കാരണം ഈ പൂരുരുട്ടാതി നക്ഷത്രം വ്യാഴത്തിന്റെ നക്ഷത്രമാണ്. തേന്മാവ് എന്ന് പറയുന്ന വൃക്ഷമാണ്. എല്ലാവർക്കും ഗുണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. പക്ഷി മാടപ്രാവാണ്. മാടപ്രാവിന്റെ മനസ്ഥിതി ആയിരിക്കും. കുബേരനെ ആണ് കണക്ട് ചെയ്ത് ഇതിൽ പറയുന്ന, പണക്കാരനായിട്ടുള്ള മഹാകുബേരനെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. അതുകൊണ്ട് നിങ്ങൾ കുബേരനായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് സഹായിക്കും. പക്ഷെ ആ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പൈസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടാൻ പാടായിരിക്കും. ആരെങ്കിലും അതല്ല ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ മാത്രം, കടമായിട്ടല്ലാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ആരെടുത്തൊന്നും കടം മേടിക്കുകയും ചെയ്യരുത്. കടം മേടിച്ചാൽ ചിലപ്പോ ഇതുകൊണ്ട് നശിക്കാനുള്ള സാധ്യതയും കൂടും. കടം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വളരെ അധികം ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയും, പിന്നെ അത് തിരിച്ച് കടം ആരെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലല്ല, നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ദുഃഖവും ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി കടം വാങ്ങിക്കാതിരിക്കാൻ നോക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർ മിക്കവാറും കടം വാങ്ങിക്കല് കുറവായിരിക്കും. കടം വാങ്ങിച്ചാൽ കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നവരായിരിക്കും. പക്ഷെ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. നിങ്ങൾക്ക് ഒത്തു വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഒത്തു വരുന്നുണ്ടെങ്കിൽ, പൈസ കൊടുത്തിട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കടം ചോദിക്കുമ്പോൾ നേരെ ഇല്ല എന്ന് പറയണ്ട, ടൈറ്റ് ആണെന്നും പറയണ്ട, വേണമെങ്കിൽ അല്പം റോളിങ്ങിലാണെന്ന് പറയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു പുതിയ കാര്യം ചെയ്തപ്പോൾ അതിന് പൈസ ചെലവായി, ഇപ്പൊ പെട്ടെന്ന് എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാവുന്നതാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പൈസ നിങ്ങൾ ഒരുപാരി കൊടുക്കൂലോ, ഈ നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ കൊടുത്തോളൂ. തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ, കടമായിട്ടല്ലാതെ എപ്പോഴെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തോളൂ. അല്ലെങ്കിൽ കിട്ടാനായിട്ട് പാടായിരിക്കും. ഇത് ഒരാൾ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലക്ഷണം അതിലുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പൂരുരുട്ടാതിക്കാരി പണം ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടണമെന്ന് ഒരു സാധ്യതയുമില്ലാത്ത നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതിക്കാര്. അതുകൊണ്ട് തന്നെ കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണാം. അപ്പോൾ ഈ ചാനലിൽ 100-300ഓളം വീഡിയോകളുണ്ട്. ഇതേമാതിരി ചെറിയ വീഡിയോകൾ, ചെറിയ ടിപ്സ് ഉള്ള വീഡിയോകളും ലോങ് വീഡിയോകൾ, എങ്ങനെ ജാതകം തന്നെ പൂർണ്ണമായിട്ടും കണക്കാക്കാം, എങ്ങനെ പ്രശ്നം വെക്കാം, എങ്ങനെ മുഹൂർത്തം ഗണിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ജ്യോതിഷം അറിയാത്ത ആളുകൾക്ക് ജ്യോതിഷം എങ്ങനെ പഠിക്കാൻ മനസ്സിലാക്കാമെന്ന് അറിയുന്ന 300-ലധികം വീഡിയോസ് ഈ ചാനലിലുണ്ട്. നല്ല ജ്യോതിഷന്മാർക്കും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം പറയുന്ന ആളുകൾക്കുമുള്ള പല കാര്യങ്ങളും ഈ ചാനലിലുണ്ട്. കാരണം ഞാൻ തമിഴ് അസ്ട്രോളജി കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. തമിഴ് അസ്ട്രോളജി അറിയാത്തവർക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാം. ഞാൻ പ്രമാണങ്ങളെ കണക്ട് ചെയ്ത് വലിയ വീഡിയോകൾ, സാധാരണ മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ ഈ ചാനലിലുണ്ട്. പല വീഡിയോകളിലായിട്ടാണ് ഇത് കിടക്കുന്നതെന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ സെർച്ച് ചെയ്ത് കാണുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതാണ് ഈ ചാനലിൽ എന്ന് വിചാരിച്ചു പോകാതെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗപ്പെടുത്താൻ തക്ക വിധത്തിൽ പല വീഡിയോകൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഇന്നേക്ക് ഇതിലുള്ള എല്ലാവർക്കും ഒരു വീഡിയോ കാണാം. ഓം അഗതീശ്വരായ നമഃ.